ആദ്യം തന്നെ ലളിതാമ്മയ്ക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും വക പിറന്നാൾ ആശംസകൾ എന്നുവെച്ചാ സപ്തതി ആശംസകൾ. സന്തോഷം. അമ്മയ്ക്ക് 70 വയസ്സായെന്നൊന്നും കണ്ടാ പറയേയില്ല കേട്ടോ. അത് പിന്നെ നമ്മുടെ സുന്ദരി മുത്തശ്ശിയല്ലേ. ഇത് ഞങ്ങളുടെ കുടുംബ പാരമ്പര്യ ഭാഗ്യേ. എന്റെ അമ്മ മരിക്കുന്നത് 99-ാമത്തെ വയസ്സിലാ. പക്ഷെ അപ്പോഴും അമ്മയെ കണ്ട ഒരു 60-65 അത്രേ പറയൂ. അപ്പോ ലളിതാമ്മയ്ക്കും ഭഗവാൻ 100 വയസ്സ് വരെ ആയുസ് തരട്ടെ. എനിക്ക് അങ്ങനത്തെ വലിയ ആഗ്രഹമൊന്നുമില്ല. ഇവന്റെ വിവാഹം കഴിഞ്ഞ് ഇവനൊരു കുഞ്ഞുണ്ടായി കാണണം. ആ കുഞ്ഞ് എന്നെ മുത്തശ്ശീന്ന് വിളിച്ച് കേൾക്കണം. അത് കഴിഞ്ഞ എപ്പ വേണേ കണ്ണടയ്ക്കാൻ ഞാൻ തയ്യാറാ. അയ്യോ അങ്ങനെ പറയല്ലേ മുത്തശ്ശി. മുത്തശ്ശി എന്നും എപ്പോഴും ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. ഗിരിയേട്ടാ 1 സെക്കൻഡ്, ഞാൻ ഇപ്പൊ വിളിക്കാം. എന്താ പറ? ഗിരിയേട്ടനകത്തേക്ക് കയറുന്നില്ലേ? എന്നെ ആരും അകത്തേക്ക് വിളിക്കാത്ത സ്ഥിതിക്ക് അതൊന്നും ശ്രദ്ധിക്കണ്ട. ഗിരിയേട്ടനകത്തേക്ക് ചെല്ല്, ഞാനല്ല പറയുന്നത്. ഏതായാലും അവരാരും ഗിരിയേട്ടനെ ഇറക്കി വിടാനൊന്നും പോണില്ല. ഗിരിയേട്ടൻ ചെല്ല്. കേറാല്ലേ? കേറി ചെല്ല് ഗിരിയേട്ട. പാറു വരുന്നില്ലേ? ഞാൻ വരാം. ഏതായാലും നകുലിന്റെ സുഹൃത്തായിട്ട് ഇന്ദ്രൻ വന്നതുകൊണ്ട് നമ്മൾ 2 കുടുംബത്തിനും നല്ലോണം അടുക്കാൻ പറ്റി. അല്ല അവനവിടെ എല്ലായിടത്തും അവൻ ലേറ്റ് ആയിട്ട് എത്തുള്ളൂ. അല്ല അവന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. അവൻ എപ്പോഴും തിരക്കോട് തിരക്ക്. ഫോൺ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞല്ലേ നീ ഇവിടെ വന്ന് നിന്നത്? അത് ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അവിടെ എല്ലാവരും അന്വേഷിക്കുന്നു. അവരന്വേഷിക്കട്ടെ. ഇങ്ങനെ മാറി നിൽക്കുന്നത് മോശമാണ്. അവർക്ക് എന്ത് തോന്നും? അവർക്ക് എന്ത് തോന്നിയാലും എനിക്ക് ഒന്നുമില്ല. പാറു പറയുന്നു കേക്ക്, അകത്തേക്ക് വാ. ഞാനിപ്പോ ഏതായാലും അകത്തേക്കില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളുകളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാനും അവരുടെ മുന്നിൽ സന്തോഷം അഭിനയിക്കാനും എനിക്ക് അറിയില്ല. ഞാൻ ഇവിടെ നിന്നോളാം, അമ്മ പോയിക്കോ. എന്താ നിന്റെ ഉദ്ദേശം? അച്ഛൻ അറിഞ്ഞ വലിയ പ്രശ്നമാവും. അമ്മ ടെൻഷൻ അടിക്കണ്ട. രത്നം പിള്ളേരൊന്ന് വന്നോട്ടെ, അപ്പൊ ഞാൻ അകത്തേക്ക് വരാം. എന്താ കാര്യം? അന്നാ പടിക്കെട്ടിൽ എണ്ണയെടുത്തൊഴിച്ച് എന്നെ വീഴ്ത്തിയത് നീയാണെന്ന് എനിക്കറിയാം. അത് നീ കണ്ടോ? എനിക്കത് കാണേണ്ട കാര്യമൊന്നുമില്ല, ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓ, ഊഹങ്ങളൊക്കെ ശരിയാവണമെന്നുണ്ടോ? ഉണ്ടോ? എന്റെ ഈ ഊഹം ശരി തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ എന്റെ മുമ്പിൽ നല്ല പിള്ള ചമയാനൊന്നും ശ്രമിക്കണ്ട. ഞാൻ ആരുടെയും മുമ്പിൽ നല്ല പിള്ള ചമയാനൊന്നും ശ്രമിക്കാറില്ല, പ്രത്യേകിച്ച് എന്റെ മുമ്പിൽ. എന്നോട് ശത്രുതയുള്ള ഒരേ ഒരാളെ ആ കരുനിലിക്കാവുന്നുള്ളൂ, അത് നീയാ. എനിക്കും ഒരാളോടെ ശത്രുതയുള്ളൂ, അത് നിന്നോടാ. നിന്നോട് മാത്രം. അതുകൊണ്ട് എനിക്ക് ഉറപ്പാ, എന്നെ വീഴ്ത്തിയത് നീ തന്നെ. അങ്ങനെയെങ്കിൽ അങ്ങനെ. നിന്റെ ധാരണയൊന്നും ഞാൻ തിരുത്താൻ നിൽക്കുന്നില്ല. നിനക്കിപ്പോ എന്താ വേണ്ടത്? അവനൊരു കാവൽ പട്ടിയ. മോനും അതങ്ങനെ കണ്ടാ മതി. നല്ലൊരു ദിവസമായിട്ട് ആ യോഗ്യത ഇല്ലാത്തവനെ ഓർത്ത് മോനെ അസ്വസ്ഥപ്പെടണ്ട. അവനെ ഞാൻ ഏതെങ്കിലും മൂലയിൽ ഒതുക്കിയിരുത്തിക്കോളാം. എന്നാലും അതെ, സമാധാനിക്കും മോനെ. എനിക്ക് പാറുവിനോട് തനിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടേ. ഞാൻ അവളെയും കൂട്ടി ഒന്ന് പുറത്തു പോയിക്കോട്ടെ? അതിന് നിനക്ക് എന്റെ അനുവാദം വേണോ? എവിടെയാന്ന് വെച്ചാ നീ പാറുവിനെ കൊണ്ടുപോയിക്കോ.
എന്താണ് അമ്മയും മോളും കൂടി മാറിയുന്നൊരു സംസാരം? ഏയ് ഒന്നുമില്ല. ഞാൻ പാറുവിനെയും കൂട്ടി പുറത്തേക്ക് പോവാന്ന് കരുതിയാ വന്നത്. പാറു വരൂ, നമുക്ക് പോവാം. എവിടേക്ക്? എനിക്ക് പാറുവിനോട് മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു. എന്ന് പറഞ്ഞു. അമ്മേ അച്ഛ ഒന്ന്. ഓ സോറി. അമ്മ അച്ഛ പോലെ അത് പുറത്തു പോയിട്ട് സംസാരിക്കാം. അത് ഇവിടെ വെച്ച് സംസാരിച്ച പോരെ? ആ, അത് പോരാ, പുറത്തായിരുന്നെങ്കിൽ നന്നായിരുന്നു. വേറെ ആരും അല്ലല്ലോ വിളിക്കുന്നേ. നിന്നെ കെട്ടാൻ പോകുന്ന പയ്യനല്ലേ ഇവൻ. ഇവൻ വിളിച്ച എവിടെയാണല്ലോ നീ കൂടെ ചെല്ലണം, അല്ലേ ഭാഗ്യേ? അച്ഛ അത് മോളെ ദേ, ഒരു കാര്യം വരട്ടെ, വന്നേ. അച്ഛ ഒന്നും ഇങ്ങോട്ട് പറയണ്ട. അറിയാതെ കിന്ദ്രനോട് പോവാൻ നോക്ക്, അല്ലെങ്കിൽ എന്റെ സ്വാതനക്ക് അറിയാലോ.